പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിലൊരു നിലപാടെടുത്താൽ ആ നിലപാട് പരസ്യമായി പറയാനുള്ള സത്യസന്ധതയും മാന്യതയും ധൈര്യവും കാണിക്കണം. രഹസ്യമായിട്ടൊരു നിലപാട് പറയുക, പരസ്യമായിട്ട് പിന്നെ അതിനെ തള്ളിപ്പറയുക എന്നത് അങ്ങേയറ്റം സത്യസന്ധമല്ലാത്തൊരു നിലപാടാണ്. അതാണ് പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യവും ഞാൻ ഇന്നലെ പറഞ്ഞു. പ്രതിപക്ഷമായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ? ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ട് അറിഞ്ഞു, ബാറുകാർ പറഞ്ഞാണ് അറിഞ്ഞത് എന്നുള്ളത്. ബാറുകാരും പ്രതിപക്ഷവും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ പ്രതിപക്ഷ നിലപാട് ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷമാണ് അറിയിച്ചത്. പ്രതിപക്ഷ നിലപാട് അറിയിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഇതിലെന്താ രഹസ്യത്തിന്റെ കാര്യം? എന്താ? സത്യസന്ധമായിട്ടല്ലേ കാര്യങ്ങളെ കാണേണ്ടത്. ഇതൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു നിലപാടാണ് ഉണ്ടാവേണ്ടത്. LDF ഒരു നിലപാടുണ്ട് ഈ കാര്യത്തിൽ. UDF നിലപാടും വ്യത്യസ്തമല്ല എന്ന് വന്നാൽ പിന്നെ അതിലെന്താ പ്രശ്നം? അതിലെന്താ രഹസ്യമാക്കി വെക്കേണ്ട കാര്യം എന്താ? അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ട്. സമയക്രമീകരണത്തിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷേ ഈ തിടുക്കത്തിന് തീരുമാനം എടുത്തത് അതിൽ ഒരു നിലപാടാണല്ലോ അറിയേണ്ടത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നല്ലേ ഈ കാര്യം അറിയായിരുന്നു. തീരുമാനം ഭരണപരമായ നടപടിക്രമം കഴിഞ്ഞിട്ടില്ലേ, ഒട്ടും തിടുക്കത്തിലല്ല. അത് എന്നാലും പറഞ്ഞു. ഇന്ന് ഏതോ ഒരു പത്രം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, 49 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. വർഷങ്ങളായിട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആവശ്യം. എന്തൊരു പരിഹാസ്യമായിട്ടുള്ള വാദമാണ് അത് തുടരുന്നറിയാം. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തിരുത്തൂല്ല, അത് കൊടുക്കൂല്ല എന്ന് അറിയാം. ഇന്നലെയൊക്കെ പല മാധ്യമങ്ങളും ചെയ്തത് എന്താ? ഞാൻ പറഞ്ഞത് കൊടുത്തില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഴുവൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യസന്ധമല്ലാത്ത കളി മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കളിക്കുന്നുണ്ട്, പ്രതിപക്ഷത്തെ സഹായിക്കാൻ. പക്ഷെ അതുകൊണ്ട് നാട്ടുകാർ സത്യം അറിയാതിരിക്കുന്നുമില്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നതല്ലതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എല്ലാ കാര്യവും കൊടുക്കുക, സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം പേരിൻ്റെ കൊടുക്കുക, വ്യക്തമായിട്ട് കൊടുക്കാതിരിക്കുക, പൂർണ്ണമായി കൊടുക്കാതിരിക്കുക. ഈ പക്ഷപാതം കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണല്ലോ. അതിനെ തുടരുന്നറിയാം. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടും പ്രതിപക്ഷ നേതാവ് ഇതേ നില തുടർന്നാൽ ഇനിയും കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഞാനിതിൽ പറഞ്ഞു, ഞാൻ ഇതിൽ പാലിക്കേണ്ട എല്ലാ മര്യാദയും പാലിച്ചിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷം അവരുടെ നിലപാട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ മര്യാദ പാലിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. പ്രതിപക്ഷം അവരുടെ നിലപാട് അറിയിച്ചു. അതിനപ്പുറം ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്ന രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം പക്ഷെ അവരുടെ നിലപാട് അറിയിച്ചു. ഇതൊരു പ്രശ്നത്തിലുള്ള നിലപാടാണ്. ആ നിലപാട് എന്തിനാണ് അവർ ഒളിച്ചു വയ്ക്കുന്നത്? ഒളിച്ചു കളിക്കേണ്ട കാര്യം എന്താ? അത്ര ഞാൻ ചോദിക്കുന്നു. ഒളിച്ചു കളിക്കേണ്ട കാര്യം എന്താ? ഉൾപ്പെടെയുള്ളവരുടെ ആരോപണത്തിന് സർക്കാരിന് എന്താണ് പറയാനുള്ളത്? അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിനെല്ലാമുള്ള മറുപടി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതല്ല ഇപ്പം നിങ്ങൾ ചോദിച്ചത്, ഞാൻ പറഞ്ഞല്ലോ.